റബ്ബർ ബാൻഡ്, റബ്ബർ ഗ്ലൗസ്, ബലൂൺസ് ഒക്കെ തൊട്ടാൽ ചൊറിച്ചിൽ, റെഡ്നെസ്, തടിപ്പ് ഒക്കെ ഉണ്ടാവുന്നുണ്ടോ? ഗ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചൊറിഞ്ഞു തടിച്ച് പൊങ്ങാറുണ്ടോ? പ്രത്യേകിച്ച് നഴ്സ്, ബ്യൂട്ടീഷ്യൻ, ക്ലീനിങ് സ്റ്റാഫ്, അതുപോലെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഗ്ലൗസ് ഉപയോഗിക്കുന്നവർ ഈ വീഡിയോ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. ഇത് ലാറ്റക്സ് അലർജി ആയിരിക്കാം. ഈ വീഡിയോയിൽ ലാറ്റക്സ് അലർജി എന്താണെന്നും റിയാക്ഷൻസ് വന്നാൽ ഉടനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും പറഞ്ഞുതരാം. ലാറ്റക്സ് എന്നത് നമ്മുടെ നാച്ചുറൽ റബ്ബറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇത് നമ്മൾ ബലൂണ് അല്ലെങ്കിൽ ഗ്ലൗസ് അതുപോലെ പല മെഡിക്കൽ സാധനങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ലാറ്റക്സിലെ ലാറ്റക്സ് പ്രോട്ടീനെ ചിലപ്പോൾ നമ്മുടെ ബോഡി ഹാംഫുൾ ആയിട്ട് കാണും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബോഡി ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് ഇവ തൊട്ടാൽ നമുക്ക് ചൊറിച്ചിൽ, റെഡ്നെസ്, തടിപ്പ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് സിംറ്റംസ് മൈൽഡ് ആയിരിക്കാം, അതായത് റെഡ്നെസ്, ഡ്രൈനെസ്, ചെറിയൊരു ചൊറിച്ചിലൊക്കെ വന്ന് പോവാം. പക്ഷെ ചിലർക്ക് റിയാക്ഷൻസ് വളരെ സിവിയർ ആയിരിക്കും. അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ചെസ്റ്റ് ടൈറ്റ്നസ്, അതുപോലെ ചുണ്ട് തടിച്ചു വരിക, അല്ലെ മുഖം തടിക്കുക പോലുള്ള സിവിയർ റിയാക്ഷൻസ് ഉണ്ടായേക്കാം. റിയാക്ഷൻസ് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കോണ്ടാക്റ്റുള്ള ആ റബ്ബറിന്റെ പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ കോണ്ടാക്ട് തുടർന്നാൽ അത്ര തന്നെ റിയാക്ഷൻസ് വേഴ്സൺ ആവാം. അതിനുശേഷം പ്ലെയിൻ വാട്ടർ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ ഉപയോഗിച്ച് അഫക്റ്റഡ് ഏരിയ കഴുകുക. ഒരിക്കലും ചൂട് കൂടിയ വെള്ളമാവരുത്, അത് ചിലപ്പോൾ ഇറിറ്റേഷൻസ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും മൈൽഡ് സോപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് സ്ട്രോങ് പെർഫ്യൂംസോ സ്ട്രോങ് സാനിറ്റൈസറോ ഒക്കെ ഉള്ള സോപ്പ് ഉപയോഗിച്ചാൽ വീണ്ടും ഈ ഇറിറ്റേഷൻ കൂടാൻ കാരണമാകും. പിന്നെ പലർക്കും കണ്ടുവരുന്ന ടെൻഡൻസിയാണ് ഭയങ്കരമായിട്ട് ചൊറിയും. നമുക്ക് ചൊറിച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ബാരിയർ നശിക്കുകയും വീണ്ടും ചൊറിച്ചിലും പുകച്ചിലും തടുപ്പും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. കയ്യിലൊക്കെ റിയാക്ഷൻസ് വന്നാൽ ഒരു 10-15 മിനിറ്റ് കോൾഡ് കംപ്രസ് ഉപയോഗിക്കുക. അത് ഐസ് നേരിട്ട് പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് വെക്കരുത്. ഒരു തുണിയിൽ എന്തെങ്കിലും പൊതിഞ്ഞിട്ട് കോൾഡ് കംപ്രസ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. റിയാക്ഷൻ വന്ന ദിവസം വീണ്ടും ഈ ലാറ്റക്സ് പ്രൊഡക്ട്സ്, അതായത് ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ സ്കിന്നിനെ കാമാക്കാനായിട്ട് കുറച്ച് സമയമെങ്കിലും വീണ്ടും കൊടുക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, പൗഡേർഡ് ലാറ്റക്സ് ഗ്ലൗസുകൾ ഉണ്ടാവും. ഇത് നിർബന്ധമായിട്ട് ഒഴിവാക്കണം. കാരണം ഈ പൗഡർ എയറിൽ മിക്സ് ചെയ്ത് നമ്മൾ ഇത് ബ്രീത്ത് ചെയ്താൽ ചിലർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ തുമ്മലൊക്കെ കൂടുതൽ ട്രിഗർ ചെയ്യാൻ ഇതൊരു കാരണമാകാം. കിച്ചൺ ക്ലീനിങ്, ഹെയർ ഡൈയിങ്, അതുപോലെ ഡിഷ് വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ റബ്ബർ ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ഒബ്സർവ് ചെയ്യണം. അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ലാറ്റക്സ് അലർജി ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി പറയണം. കാരണം ഇങ്ങനത്തെ നമ്മൾ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ ചില മെഡിക്കൽ പ്രൊഡക്ട്സിലൊക്കെ ഈ ലാറ്റക്സ് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ അലർജിക് റിയാക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റ് ടൈറ്റ്നസ് ഫീൽ ചെയ്യുക, ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, അതുപോലെ ചുണ്ടൊക്കെ ചുവന്ന് തടിക്കുക, മുഖം തടിക്കുക തുടങ്ങിയ സിംറ്റംസ് വന്നാൽ അത് ഭയങ്കര എമർജൻസിയാണ്. ഉടനടി തന്നെ മെഡിക്കൽ ഹെൽപ്പ് അത്യാവശ്യമാണ്. ലാറ്റക്സ് ബലൂണ് അല്ലെങ്കിൽ ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചൊറിഞ്ഞു തടിച്ച് വരാറുണ്ടോ? ഏത് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ എല്ലാവരുടെയും അറിവിലേക്ക് മാക്സിമം ഷെയർ ചെയ്യൂ.